മായയും രഹസ്യസന്ദേശവും. ഒരു വലിയ നഗരത്തിൽ തിരക്കേറിയ തെരുവുകളും ഉയരമുള്ള കെട്ടിടങ്ങളുമുണ്ട്. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് മേയറുടെ മനോഹരമായ വസതിയും നീതിയുടെ വലിയ കെട്ടിടവും നിലകൊണ്ടിരുന്നു. എല്ലാവരും അവിടെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചു. ഒരു ദിവസം രാവിലെ ഒരു വിചിത്രമായ സന്ദേശം നഗരത്തെ ഇളക്കിമറിച്ചു. മേയറുടെ വസതിയിലും നീതിയുടെ കെട്ടിടത്തിലും എന്തോ അപകടകരമായ ഒന്ന് ഒളിപ്പിച്ചിരിക്കുന്നു എന്നായിരുന്നു ആ സന്ദേശം. എല്ലാവരും പരിഭ്രാന്തരായി. ഇൻസ്പെക്ടർ രോഹൻ, നഗരത്തിലെ ഏറ്റവും മിടുക്കനായ പോലീസ് ഉദ്യോഗസ്ഥൻ, ഉടൻ തന്നെ തന്റെ ടീമിനെ വിളിച്ചുകൂട്ടി. നമുക്ക് ഓരോ കോണും പരിശോധിക്കണം, അദ്ദേഹം പറഞ്ഞു. ഒന്നും വിട്ടുപോകരുത്. അതേസമയം മായ എന്ന മിടുക്കിയായ ഒരു കുട്ടി തന്റെ വീടിന്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവൾക്ക് എപ്പോഴും ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ശീലമുണ്ടായിരുന്നു. ഈ ബഹളങ്ങൾക്കിടയിൽ അവൾ ഒരു ചെറിയ കാര്യം ശ്രദ്ധിച്ചു. നീതിയുടെ കെട്ടിടത്തിന് സമീപം ഒരു ചെറിയ ആൺകുട്ടി കുട്ടൻ തലേദിവസം ഒരു കളിപ്പാട്ട വിമാനം പറത്തിക്കളിക്കുന്നത് അവൾ ഓർത്തു. ആ വിമാനം ഒരു മരത്തിൽ കുടുങ്ങിയിരുന്നു. മായ ഉടൻ തന്നെ ഇൻസ്പെക്ടർ രോഹനെ കാണാൻ ഓട്ടി. സർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. ഇൻസ്പെക്ടർ രോഹൻ അവളുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടു. മായക്കുട്ടന്റെ കളിപ്പാട്ട വിമാനത്തിന്റെ കാര്യം പറഞ്ഞു. ഇൻസ്പെക്ടർ രോഹനും സംഘവും ഉടൻ തന്നെ ആ മരത്തിനടുത്തേക്ക് പോയി. അവിടെ അവർ ഒരു ചെറിയ കടലാസ് കഷണം കണ്ടെത്തി. ആ കടലാസിൽ കുട്ടന്റെ കൈയക്ഷരത്തിൽ "എന്റെ വിമാനം ഇവിടെയുണ്ട്, സൂക്ഷിക്കുക" എന്നെഴുതിയിരുന്നു. കുട്ടൻ തന്റെ കളിപ്പാട്ട വിമാനം വീണ്ടെടുക്കാൻ ഒരു കുറിപ്പെഴുതിയതായിരുന്നു അത്. എല്ലാവരും ചിരിച്ചു. ഒരു വലിയ തെറ്റിദ്ധാരണയായിരുന്നു അത്. കുട്ടൻ തന്റെ കളിപ്പാട്ട വിമാനം നഷ്ടപ്പെട്ടപ്പോൾ സഹായം അഭ്യർത്ഥിച്ചതായിരുന്നു, അല്ലാതെ ബോംബ് ഭീഷണിയായിരുന്നില്ല. നഗരം വീണ്ടും സമാധാനത്തിലായി. മായയുടെ നിരീക്ഷണപാടവത്തെ എല്ലാവരും അഭിനന്ദിച്ചു. ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നതിന്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കി.